PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാരത്തൺ വീഡിയോ പോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഡെയിലി 100% സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ മിഷനിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് എന്തായാലും ഉപകാരപ്പെടുന്നു. കാരണം നമ്മൾ അത്രയും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടും ഈ ക്ലാസ്സുകളെല്ലാം എടുത്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ടൊന്ന് പറയാമെന്ന് ചോദിച്ചു. വേറെ ഒന്നുമല്ല, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്? സൗണ്ടും ഇല്ല, ക്വാളിറ്റി ഇല്ല, ഒന്നുമില്ല എന്ന്. നമുക്ക് ഇത് എഴുതുന്നവർക്ക് നിസ്സാരമായിട്ട് എഴുതാനായിട്ട് പറ്റും. കാരണം അവർക്കത് പ്രത്യേകിച്ച് എഫേർട്ടും കാര്യങ്ങളൊന്നും അവരിടുന്നില്ല. പക്ഷെ നമ്മൾ ആ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുമുമ്പ് സ്ലൈഡ് പ്രിപ്പറേഷന് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമയം നമ്മളിതിനു വേണ്ടി നമ്മുടെ ലൈഫിൽ ഒരു പാർട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പറയുന്നവർക്ക് നിസ്സാരമായിട്ട് ഒന്നോ രണ്ടോ വാക്കുകളിൽ അത് പറയും. അത് കേൾക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അത്ര എഫേർട്ട് ഇടുന്ന ഒരാളത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട്. എനിക്കത് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. കമൻറ്റ് ഇട്ട സുഹൃത്തിനോടാണ് പറയുന്നത്. കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട. താങ്കളോട് ഞാൻ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ആരെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. താല്പര്യമില്ലാത്തവർ കാണണ്ട. ഇങ്ങനെ നമ്മൾ നിരാശപ്പെടുന്ന രീതിയിൽ കമൻറ്റ് ഇടാതിരിക്കുക. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചോളാം. അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി സിലബസിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര പെരുന്നാൾ വരെ എന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്തത്. ഞാൻ ആദ്യമേ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഈ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര പെരുന്നാൾ വരെ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയുടെ അവസാന പാർട്ടാണ്. ഈ ഒരു പാർട്ടോടുകൂടി ഈ ഒരു ടോപ്പിക്ക് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര പെരുന്നാൾ വരെ അവസാനിക്കുകയാണ്. ഇതിനകത്ത് 4 പേരെക്കുറിച്ചിട്ടാണ് നമ്മൾ അവസാനം സംസാരിക്കാൻ പോകുന്നത്. ശ്രീമൂലം തിരുനാൾ, റാണി സേതു ലക്ഷ്മി ഫായ്, ശ്രീ ചിത്തിര പെരുന്നാൾ, പി രാമസ്വാമി അയ്യർ. ഈ 4 പേരെക്കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര പെരുന്നാൾ എന്ന് പറയുന്നുള്ള ടോപ്പിക് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടു നോക്കാത്തവർ കണ്ടു നോക്കണം. കാരണം ഒത്തിരി പേരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മറക്കണ്ട, ഒന്ന് ചാനൽ കാണുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യം ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് പഠിക്കാം. ധർമ്മരാജയ്ക്ക് ശേഷം കൂടുതൽ കാലം ഭരണം നടത്തിയ 2ാമത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? ശ്രീമൂലം തിരുനാൾ എന്ന് പറയുന്നത്. ധർമ്മരാജയ്ക്ക് ശേഷം പിന്നീട് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാണ് ആര്? ശ്രീമൂലം തിരുനാൾ. കാഴ്സം പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. അതുപോലെ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നതും ആര് തന്നെയാണ്? ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും സമർപ്പിച്ച ശ്രീമൂലം തിരുനാളിനാണ്. അപ്പോൾ ധർമ്മരാജയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ്. കാഴ്സം പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാളാണ്. 1800 മലയാളി മെമ്മോറിയലും 1896 ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുമ്പോൾ ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? ശ്രീമൂലം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി കൊടുത്ത ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ചു. തിരുവിതാംകൂറിൽ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിലെ കുട്ടികൾക്ക് എന്ത് ചെയ്തു? സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ച ഭരണാധികാരിയാണ്. ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ ഭരണാധികാരിയാണ്. ആ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി, തിരുവിതാംകൂറിലെ പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ച ഭരണാധികാരി, ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ ഭരണാധികാരിമാർ തന്നെയാണ്? ശ്രീമൂലം തിരുനാൾ തന്നെയാണ്.
റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വം വകുപ്പ് വേർതിരിച്ചു. പണ്ട് കാലങ്ങളിൽ തിരുവിതാംകൂറിൽ റവന്യൂ വകുപ്പിലായിരുന്നു ദേവസ്വം വകുപ്പ് ഉൾപ്പെട്ടിരുന്നത്. നമ്മുടെ ശ്രീമൂലം തിരുനാളിന് ഭരിച്ചപ്പോൾ എന്ത് ചെയ്തിരുന്നു? റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വം വകുപ്പിനെ വേർതിരിച്ചു. തിരുവിതാംകൂറിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ എവിടെ മുതൽ എവിടം വരെയായിരുന്നു? കൊല്ലം ടു ചെങ്കോട്ടയായിരുന്നു. ഏത് വർഷം? 1904. അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യ റെയിൽവേ ലൈൻ സ്ഥാപിച്ചു. കൊല്ലം ടു ചെങ്കോട്ടയായിരുന്നത് ഏത് വർഷമായിരുന്നു? 1904. തിരുവിതാംകൂറിൽ ആദ്യമായി കൃഷി വകുപ്പ് ആരംഭിച്ചു. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് കൃഷിക്ക് പ്രത്യേക വകുപ്പ് ആരംഭിച്ച ഭരണാധികാരിയാണ്. വനിതകൾക്ക് വോട്ടവകാശം നൽകിയ ഭരണാധികാരിയാണ്. പിന്നോക്ക സമുദായക്കാർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ഉദ്യോഗം നൽകിയ ഭരണാധികാരിയുമാർ തന്നെയാണ് ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. അപ്പോൾ റവന്യൂ വകുപ്പിൽ ദേവസ്വം വകുപ്പ് വേർതിരിച്ചെടുത്തു അദ്ദേഹം. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് റെയിൽവേ ശൃംഖല കൊണ്ടുവന്നു. എവിടെ മുതൽ എവിടെ വരെ? കൊല്ലം ടു ചെങ്കോട്ടയായിരുന്നു ആദ്യത്തെ റെയിൽവേ ലൈൻ. ഏത് വർഷം? 1904. തിരുവിതാംകൂറിൽ ആദ്യമായി കൃഷി വകുപ്പ് ആരംഭിച്ചു. വനിതകൾക്ക് വോട്ടവകാശം നൽകി. പിന്നോക്ക സമുദായക്കാർക്ക് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ അദ്ദേഹം ഉദ്യോഗം നൽകുകയുണ്ടായി. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്താണ്. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടന്നത് ആരുടെ ഭരണകാലത്താണ്? ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്താണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ഭരണാധികാരിമാർ തന്നെയാണ് ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ഭരണാധികാരിമാരാണ്? ശ്രീമൂലം തിരുനാളാണ്. ഇനി ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹത്തോട് ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ശ്രീമൂലം പ്രജാസഭ എന്ന് നമുക്ക് നോക്കാം. 1888 ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത് ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപപ്പെടുകയും 1904 അത് ശ്രീമൂലം പ്രജാസഭയായി മാറുകയും ചെയ്തു. അപ്പോൾ 1888 ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത് ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കപ്പെടുകയും 1904 അത് ശ്രീമൂലം പ്രജാസഭയായി മാറുകയും ചെയ്തു. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയാണേത്? ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയാണ് നമ്മൾ ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന് വിളിക്കുന്നത്. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നതാണ് 1888 മാർച്ച് 30. അപ്പോൾ ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷമാണ് 1888 മാർച്ച് 30. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം ഏത് വർഷമാണ് നടക്കുന്നത്? 1904 ഒക്ടോബർ 24 ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടക്കുന്നത്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് എവിടെ വച്ചിട്ടാണ്? VJT ഹാൾ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് യോഗം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയായിരുന്നു ഏത്? ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന് പറയുന്നത്. ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന ഏത് വർഷമാണ്? 1888 മാർച്ച് 30. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് എവിടെയാണ്? 1904 ഒക്ടോബർ 24. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് എവിടെ വെച്ചിട്ടാണ്? VJT ഹാൾ തിരുവനന്തപുരം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റാണി സേതു ലക്ഷ്മിബായിയെ കുറിച്ചിട്ടാണ്. ശ്രീ ചിത്ര തിരുനാളിൻ്റെ റിജൻ്റായിട്ടാണ് റാണി സേതു ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അധികാരമേക്കുന്നത്. ശ്രീ ചിത്ര തിരുനാളിൻ്റെ റിജൻ്റായിട്ടാണ് റാണി സേതു ലക്ഷ്മിബായി എന്ത് ചെയ്യുന്നത്? തിരുവിതാംകൂറിൽ അധികാരം ഏൽക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് ആര്? റാണി സേതു ലക്ഷ്മിബായി എന്ന് പറയുന്നത്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ് ആര്? റാണി സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ അവസാനത്തെയും മൂന്നാമത്തെയും വനിതാ ഭരണാധികാരി കൂടിയാണ് റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ ശ്രീ ചിത്ര തിരുനാളിൻ്റെ റിജൻ്റായിട്ടാണ് റാണി സേതു ലക്ഷ്മിബായി തിരുവിതാംകൂറിൽ അധികാരമേക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ അവസാനത്തെയും മൂന്നാമത്തെയും വനിതാ ഭരണാധികാരിമാർ തന്നെയാണ് റാണി സേതു ലക്ഷ്മിബായി തന്നെയാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന റാണി സേതു ലക്ഷ്മിബായി ആണ്. ഗാന്ധി സന്ദർശിച്ച ഏക തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ 1926 ശുചീന്ദ്രം സത്യാഗ്രഹം നടക്കുമ്പോൾ ആ ഒരു സമയത്ത് ഭരണാധികാരിമാർ തന്നെയാണ് ലക്ഷ്മിബായിയാണ്.
ഇനി തിരുവാർപ്പ് സത്യാഗ്രഹം നടന്ന സമയത്ത് തിരുവാർപ്പ് സത്യാഗ്രഹം നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. കുപ്രസിദ്ധമായ ട്രാവൻകൂർ പ്രസ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി നമ്മുടെ സേതുലക്ഷ്മിബായിയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി, ഗാന്ധി സന്ദർശിച്ച ഏക തിരുവിതാംകൂർ ഭരണാധികാരി, 1926 സുചീന്ദ്രം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഭരണാധികാരിയാണ്. തിരുവാർപ്പ് സത്യാഗ്രഹം നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് സേതുലക്ഷ്മിബായി ആയിരുന്നു. അതുപോലെ തന്നെ കുപ്രസിദ്ധമായ ട്രാവൻകൂർ പ്രസ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ച സമ്പ്രദായം നിരോധിച്ച ഭരണാധികാരിയായിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. ദേവസ്വം ക്ഷേത്രങ്ങളിൽ ദേവദാസി സമ്പ്രദായം നിരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം ഭരണത്തിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് സംവിധാനം ആരംഭിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ സ്വയം ഭരണത്തിന് വേണ്ടി എന്താരംഭിച്ചിരുന്നു? ആ സമയത്ത് ഗ്രാമപഞ്ചായത്ത് സംവിധാനം ആരംഭിച്ചിരുന്നു. തിരുവിതാംകൂർ പട്ടണം വൈദ്യീകരിച്ചു. ഏത് വർഷം? 1929 തിരുവിതാംകൂർ പട്ടണം വൈദ്യീകരിക്കുകയുണ്ടായി. തിരുവിതാംകൂർ വർത്തമാന നിയമം പാസ്സാക്കിയ ഏത് വർഷം? 1926. അപ്പോൾ തിരുവിതാംകൂർ മൃഗബലി നിരോധിച്ചു. ദേവസ്വം ക്ഷേത്രങ്ങളിൽ ദേവദാസി സമ്പ്രദായം നിരോധിച്ചു. ഗ്രാമപ്രദേശങ്ങളിൽ സ്വയംഭരണത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് സംവിധാനം ആരംഭിച്ചു. തിരുവിതാംകൂർ പട്ടണം വൈദ്യീകരിച്ചു. ഏത് വർഷം? 1929. തിരുവിതാംകൂർ വർത്തമാന നിയമം പാസ്സാക്കിയ ഏത് വർഷം? 1926. തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയോര മേഖലയിൽ നിരവധി പൊതുനിരത്തുകൾ നിർമ്മിക്കപ്പെട്ടു. ഈ റാണി സേതു ലക്ഷ്മിബായി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തിരുവിതാംകൂർ വിവിധ ഭാഗങ്ങളിലും മലയോരങ്ങളിലും എന്ത് ചെയ്തു? നിരവധി പൊതുനിരത്തുകൾ നിർമ്മിക്കപ്പെട്ടു. 1925 നായർ ആക്ട് പ്രകാരം തിരുവിതാംകൂർ മരുമക്കത്തായം അവസാനിച്ചു. 1925 നായർ ആക്ട് പ്രകാരം എന്ത് ചെയ്തു? തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിക്കുകയുണ്ടായി. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിരോധിച്ച വർഷമാണേത്? 1925 എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവാണ് ആര്? ശ്രീ ചിത്ര തിരുനാൾ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്നു ആര്? ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂർ ഏറ്റവും അവസാനമായിട്ട് ഭരിച്ച, അല്ലെങ്കിൽ രാജകീയ ഭരണം അവസാനിക്കുമ്പോൾ അവസാനമായിട്ട് രാജാവായിരുന്നു ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. തിരുവിതാംകൂറിനെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ്. ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിലെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കടൽ കടന്ന ആദ്യ രാജാവ്, കടൽ കടന്ന് വിദേശത്തേക്കൊക്കെ പോയിട്ടുള്ള ആദ്യ രാജാവാണ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ. മാർപ്പാപ്പയെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യ ഭരണാധികാരി. മാർപ്പാപ്പയെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യ ഭരണാധികാരി കൂടിയാണ് ശ്രീ ചിത്തിര തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവാണ്. തിരുവിതാംകൂർ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. കടൽ കടന്ന ആദ്യ രാജാവാണ്. മാർപ്പാപ്പയെ സന്ദർശിച്ച കേരളത്തിലെ ആദ്യ ഭരണാധികാരിമാർ തന്നെയാണ് ശ്രീ ചിത്തിര തിരുനാളാണ്. ഇന്ത്യൻ കരസേനയുടെ ഓണറ്റി പദവി വഹിച്ച തിരുവിതാംകൂർ രാജാവ്. ഇന്ത്യൻ കരസേനയുടെ ഓണറ്റി പദവി വഹിച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ ആരാണ് ഭരിച്ചിരുന്നത്? ശ്രീ ചിത്തിര തിരുനാളാണ്. അപ്പോൾ ഈ ഒരു 1949 1956 ഇടയിലുള്ള കാലയളവിൽ തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ രാജപ്രമുഖൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? അത് നമ്മുടെ ശ്രീ ചിത്തിര തിരുനാളാണ്. അപ്പോൾ 1949 1956 കാലയളവിൽ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖൻ എന്നറിയപ്പെട്ടിരുന്നത് ശ്രീ ചിത്തിര തിരുനാളായിരുന്നു. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് 32ാം തിരുവിതാംകൂർ നിയമസഭ, അതായത് ശ്രീമൂല അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും 2 സഭകളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ എന്തായിരുന്നു? ഈ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്ത് ശ്രീമൂലം അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും 2 സഭകളായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇന്ത്യൻ കരസേനയുടെ ഓണിറ്റി പദവി വഹിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു ചിത്തിര തിരുനാൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. 1949 1956 ഇടയിലുള്ള കാലയളവിൽ തിരുക്കൊച്ചി സംസ്ഥാനത്തെ രാജപ്രമുഖൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ ചിത്തിര തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ, 2 നിയമനിർമ്മാണ സഭയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതൊക്കെ ശ്രീമൂല അസംബ്ലി എന്നും ശ്രീ ചിത്ര സ്റ്റേറ്റ് കൗൺസിൽ എന്നും 2 സഭകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏഷ്യയിൽ ആദ്യമായി വധശിക്ഷ നിർത്തലാക്കിയ ഭരണാധികാരി. ഏഷ്യയിൽ ആദ്യമായിട്ട് വധശിക്ഷ നിർത്തലാക്കിയ ഭരണാധികാരി, പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ ഭരണാധികാരി, തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് പാസ്സാക്കിയ ഭരണാധികാരി. ഏതു വർഷം? 1939. അതുപോലെ തിരുവിതാംകൂർ സേനയെ ഇന്ത്യൻ കരസേനയിൽ ലയിപ്പിച്ച ഭരണാധികാരി, ആദ്യമായിട്ട് ടെലിഫോൺ സർവീസ് ആരംഭിച്ച ഭരണാധികാരി. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഏഷ്യയിൽ ആദ്യമായിട്ട് വധശിക്ഷ നിർത്തലാക്കിയ ഭരണാധികാരി, പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കിയ ഭരണാധികാരി, തിരുവിതാംകൂർ വില്ലേജ് യൂണിയൻ ആക്ട് പാസ്സാക്കിയ ഭരണാധികാരി. ഏതു വർഷം? 1939. അതുപോലെ തിരുവിതാംകൂർ സേനയെ ഇന്ത്യൻ കരസേനയിൽ ലയിപ്പിച്ച ഭരണാധികാരി, ആദ്യമായിട്ട് ടെലിഫോൺ സർവീസ് ആരംഭിച്ച ഭരണാധികാരിമാർ തന്നെയാണ് ശ്രീ ചിത്തിര തിരുനാൾ തന്നെയാണ്.
അതുപോലെ തിരുവിതാംകൂറിൽ ഹിന്ദു പുനർവിവാഹം നടപ്പിലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ ഹിന്ദു പുനർവിവാഹം നടപ്പിലാക്കിയ ഭരണാധികാരി ഏത് വർഷം? 1938. ഇനി ശ്രീ തിരുവിതാംകൂർ ഭരണകാലത്ത് സ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഭൂപണയ ബാങ്ക് ശ്രീ തിരുവിതാംകൂറിൻ്റെ കാലത്താണ് സ്ഥാപിതമായത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഭൂപണയ ബാങ്ക്, നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നിവയൊക്കെ നിലവിൽ സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്തായിരുന്നു? ശ്രീ തിരുവിതാംകൂറിൻ്റെ ഭരണകാലത്തായിരുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യത്തെ ഭൂപണയ ബാങ്ക്, നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം, പബ്ലിക് സർവീസ് കമ്മീഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നിവയെല്ലാം സ്ഥാപിതമായത് ശ്രീ തിരുവിതാംകൂറിൻ്റെ ഭരണകാലത്താണ്. തിരുവിതാംകൂർ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൂടെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് സ്ഥാപിതമായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. തിരുവിതാംകൂർ സർവകലാശാല, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എന്നൊരു പ്രത്യേകത എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം, ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, ദി ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ്, കുണ്ട്ര കളിമൺ ഫാക്ടറി എന്നിവയെല്ലാം സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ തിരുനാളിൻ്റെ ഭരണകാലത്താണ്. അപ്പോൾ തിരുവിതാംകൂർ സർവകലാശാല, പള്ളിവാസ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം, ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, ദി ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ്, കുണ്ട്ര കളിമൺ ഫാക്ടറി ഒക്കെ സ്ഥാപിതമായത് ശ്രീ തിരുനാളിൻ്റെ കാലത്തായിരുന്നു. പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി ശ്രീ തിരുനാൾ നാട് നീങ്ങിയ വർഷം ഏതാണ്? 1991. അപ്പോൾ പുനലൂർ പ്ലൈവുഡ് ഫാക്ടറി ആരുടെ കാലത്ത് ഉണ്ടായതാണ്? ശ്രീ തിരുനാളിൻ്റെ കാലത്താണ്. ഇനി അദ്ദേഹം നാട് നീങ്ങിയ വർഷം, അതായത് അദ്ദേഹം മരണപ്പെട്ട വർഷമാണ് ഏത്? 1991 ജൂലൈ 20 അദ്ദേഹം മരണപ്പെടുന്നത്. ശ്രീ തിരുനാളിൻ്റെ അന്തിമ വിശ്രമ സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരത്തെ കവടിയാറിലെ പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ അന്തിമ വിശ്രമ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ തിരുനാളിന് നാട് നീങ്ങിയ വർഷം 1991 ജൂലൈ 20 ശ്രീ തിരുനാളിൻ്റെ അന്തിമ വിശ്രമ സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരത്തെ കവടിയാറിലെ പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഇദ്ദേഹം ശ്രീ തിരുനാൾ ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് തിരുവിതാംകൂറിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നിവർത്തന പ്രക്ഷോഭം. ഏത് വർഷം? 1932. ക്ഷേത്രപ്രവേശന വിളംബരം 1936. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണം ഏത് വർഷം? 1938. അപ്പോൾ ഏതൊക്കെയായിരുന്നു? നിവർത്തന പ്രക്ഷോഭം, ക്ഷേത്രപ്രവേശന വിളംബരം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണം, അതുപോലെ തന്നെ രാജധാനി മാർച്ച് 1938, പുന്നപ്ര വയലാർ സമരം 1946, തിരുക്കൊച്ചി രൂപീകരണം 1949. ഇത്രയും സംഭവങ്ങൾ അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലഘട്ടം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീ തിരുനാളിൻ്റെ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യരെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് സി പി രാമസ്വാമി അയ്യർക്കുള്ളത് നമുക്ക് നോക്കാം. ശ്രീ തിരുനാളിൻ്റെ പ്രമുഖ ദിവാനായിരുന്നു ആര്? സി പി രാമസ്വാമി അയ്യർ. അപ്പോൾ ശ്രീ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവാൻ ആരായിരുന്നു? സി പി രാമസ്വാമി അയ്യരായിരുന്നു. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ ദിവാനും ആര് തന്നെയാണ്? സി പി രാമസ്വാമി അയ്യരാണ്. അപ്പോൾ സി പി രാമസ്വാമി അയ്യർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കൂട്ടിച്ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ത്? അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം എന്ന് പറയുന്നത്. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ വ്യക്തി സി പി രാമസ്വാമി അയ്യരാണ് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ശ്രീ തിരുനാളിൻ്റെ പ്രമുഖ ദിവാനായിരുന്നു. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ ദിവാനാണ്. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലറായിരുന്നു സർ സി പിയുടെ ഔദ്യോഗിക വസതിയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ഭക്തിവിലാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആരെക്കുറിച്ചൊക്കെ നോക്കി? ശ്രീ തിരുനാളിനെക്കുറിച്ചും അതുപോലെ സർ സി പി രാമസ്വാമി അയ്യരെക്കുറിച്ചുമാണ് നോക്കിപ്പോയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അത് നമ്മുടെ ഈ ചാനലിൽ ധാരാളം മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോക്ക് ടെസ്റ്റും എല്ലാ സിലബസ് അടിസ്ഥാനത്തിലുള്ള മോക്ക് ടെസ്റ്റും ഒക്കെ നടത്തുന്നുണ്ട്. നമുക്ക് LP UPക്കും അതുപോലെ KTET ഡിഗ്രി പ്രിലിംസിനും ഒക്കെ നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. അതിനകത്തൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഇത് 8ാമത്തെ പാർട്ടാണെന്ന് പറഞ്ഞു. 7 വരെയുള്ള പാർട്ടുകൾ മറക്കാതെ കാണുക. എല്ലാം ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.